अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा ना करें व अपमान से दुखी ना हो। परमात्मा के अतिरिक्त किसी और का भय ना करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणं श्रेयस्वरूप चरणों शरणं। जय सद्गुरुदेव जय पद शरणं श्रेयस्वरूप चरणों शरणं। പൂജ്യമാതാവർഗോ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ ജോലിക്കോ പ്രവൃത്തിക്കോ യാതൊരു വിഘ്നവും വരുത്താതെ അതെല്ലാം ഇന്നത്തേക്കാൾ നല്ല രീതിയിലും സുന്ദരമായും ചെയ്തുകൊണ്ട് എങ്ങനെ 16 മണിക്കൂർ നമുക്ക് ഈശ്വര സ്മരണയിൽ ആകാമെന്നതാണ്. സാധനയുടെ ആദ്യപടിയിൽ നാം അഭ്യസിച്ചത് എങ്ങനെ 8 മണിക്കൂർ ഈശ്വര സ്മരണയിലാകാമെന്നതാണ്. അരമണിക്കൂർ രാവിലെ പൂജയും, അരമണിക്കൂർ വൈകുന്നേരത്തെ പൂജയും, അരമണിക്കൂർ ഉച്ചഭക്ഷണ സമയത്തും, അരമണിക്കൂർ രാത്രി ഭക്ഷണ സമയത്തും, 6 മണിക്കൂർ ഉറങ്ങുമ്പോഴും,
അങ്ങനെ 8 മണിക്കൂർ. ഇത് ലോകത്തിലെ എത്ര തിരക്ക് പിടിച്ചുള്ള ജോലിയുള്ള വ്യക്തിക്കും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 8 നിന്നും 16 മണിക്കൂർ എങ്ങനെ ഭഗവത് സ്മരണയിൽ കഴിയാമെന്നതാണ്. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ യാതൊരുവിധ വിഘ്നവും വരാത്ത രീതിയിലായിരിക്കണം. അതിനുവേണ്ട സുന്ദരമായ രീതി നമ്മുടെ സദ്ഗുരുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറയുന്നത് മേൽപ്പറഞ്ഞ 8 മണിക്കൂർ ഈശ്വര സ്മരണ ഒഴിച്ച് മറ്റേതെങ്കിലും സമയം ഒഴിവുണ്ടെങ്കിൽ അത് പരമാത്മാവിന് കൊടുക്കുക. ഏതെല്ലാമാണ് ഈ ഒഴിവ് സമയം? ഇത് തൻ്റെ ആത്മാവിനോട് തന്നെ ചോദിക്കുക. തൻ്റെ ആത്മാവ് സ്വയം നിർണയിക്കും ഏതെല്ലാം സമയമാണ് വൃഥാവലായി പോകുന്നത് എന്ന്. ഇക്കാര്യത്തിൽ പരംപൂജ്യ സദ്ഗുരുദേവ്ജി തൻ്റെ ആശയത്തെ ഇപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിമുറിയിൽ പോകുന്നു, പല്ലു തേക്കുന്നു, ഷേവ് ചെയ്യുന്നു, കുളിക്കുന്നു. ഇപ്രകാരമുള്ള പ്രഭാത കർമ്മ സമയം ഒഴിവുള്ള സമയമാണ്. വെറും ശാരീരികമല്ലാതെ മാനസികമോ ബുദ്ധിപരമോ ആയ ഒരധ്വാനവും ഇത്തരം കർമ്മങ്ങൾക്ക് ആവശ്യമില്ല തന്നെ. ഇത്തരം കർമ്മങ്ങൾ ഏവരും ചെയ്യേണ്ടതാണ്, ചെയ്യുന്നുമുണ്ട്. ഈ ഒഴിവു സമയം എങ്ങനെ ഈശ്വരസ്മരണയിലാക്കാമെന്ന് നോക്കാം. ഉദാഹരണമായി നാം പല്ലു തേക്കുകയാണെന്നിരിക്കട്ടെ. ആദ്യമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. ഈ 20 മിനിറ്റ് പല്ലു തേക്കുന്ന സമയം വെറുതെ പോകുകയാണ്, ഉപയോഗശൂന്യമാണ്. ഇത് അവിടുത്തെ സ്മരണയിൽ ചെയ്യുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അതിനുശേഷം ഈശ്വര സ്മരണയിൽ ബ്രഷ് ചെയ്യുവാൻ ബ്രഷ് എടുക്കുക. ഈശ്വര സ്മരണയിൽ പേസ്റ്റ് തുറക്കുക. ഈശ്വര സ്മരണയിൽ പേസ്റ്റ് ബ്രഷിന്മേൽ വയ്ക്കുക. ഈശ്വര സ്മരണയിൽ ബ്രഷ് ചെയ്യാൻ തുടങ്ങുക. ആത്മാർത്ഥതയുള്ള സാധകർക്ക് ഇത് എളുപ്പം അഭ്യസിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആഹാരശുദ്ധിയും വിഹാരശുദ്ധിയും നേടിയുള്ളവർക്ക് സാധാരണയായി ആത്മാർത്ഥതയുള്ള സാധകർക്ക് ഇത് എളുപ്പം അഭ്യസിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആഹാരശുദ്ധിയും വിഹാരശുദ്ധിയും നേടിയിട്ടുള്ളവർക്ക്. സാധാരണയായി ഇക്കാര്യത്തിൽ വരുന്ന വിഷമം എന്തെന്നാൽ നാം ഈശ്വരസ്മരണയിൽ തുടങ്ങിയ മനസ്സ് കുറച്ചു നേരം അതിൽ തന്നെ തുടരും. അല്പസമയം കഴിഞ്ഞാൽ മനസ്സ് അവിടെ ഇവിടേക്കായി ഓടുവാൻ തുടങ്ങും. ചിലപ്പോൾ ഓഫീസിലേക്ക്, ചന്തയിലേക്ക്, ഇഷ്ടമിത്രങ്ങളുടെ കൂട്ടുകെട്ട് മുതലായവയിൽ. അങ്ങനെ ശ്രദ്ധ തൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വിടും. ഇതിനുള്ള പരിഹാരം എന്തെന്നാൽ ഒരിക്കലും മനസ്സിനോട് വഴക്ക് കൂടരുത്. വഴക്ക് കൂടിയാൽ തീർച്ചയായും ജയം മനസ്സിൻ്റേതു തന്നെയാകും. അതുകൊണ്ട് മനസ്സിനെ നമ്മുടെ മിത്രമാക്കണം. മനസ്സ് ഓഫീസിലേക്ക് പോയി എങ്കിൽ അതിനോട് വളരെ സ്നേഹത്തോടെ പറയുക, മനസ്സേ, ഓഫീസ് സമയം 9 മണി മുതൽ 5 മണി വരെയുള്ള 8 മണിക്കൂറാണ്. ആ സമയം ഓഫീസ് പണിക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ പല്ലു തേക്കുന്ന സമയമല്ലേ, അത് ഈശ്വര സ്മരണയോടെ ചെയ്യാൻ സഹായിക്കൂ എന്ന് വളരെ പ്രേമത്തോടുകൂടി വേണം മനസ്സിനോട് പറയുന്നത്. മനസ്സപ്പോൾ കുറച്ചു നേരം ഈശ്വര സ്മരണയിൽ തന്നെ ഇരിക്കും. അല്പനേരത്തിനുള്ളിൽ അത് വേറെ എവിടെയെങ്കിലും പോകും. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ കുറേ സമയം അറിയുകയേയില്ല. പക്ഷേ ആത്മാവ് പറയും മനസ്സ് ഈശ്വര സ്മരണയിൽ നിന്നും മാറിയിരിക്കുന്നുവെന്ന്. അപ്പോൾ പ്രേമത്തോടുകൂടി മനസ്സിനെ വീണ്ടും ഈശ്വര സ്മരണയിലേക്ക് കൊണ്ടുവരിക. മനസ്സുമായി വഴക്കിട്ടാൽ നിങ്ങൾക്ക് സഫലത പ്രാപിക്കുവാൻ കഴിയുകയില്ല. വീണ്ടും വീണ്ടും കുറേശ്ശെയായി ഈ അഭ്യാസം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ സാഫല്യം നേടാനാകും. അഭ്യാസത്തിന് പ്രത്യേകമായ സവിശേഷതയുണ്ട്. അഭ്യാസം കൊണ്ടാണ് എല്ലാം ശീലമാകുന്നത്. നമ്മുടെ എന്തെല്ലാം ശീലങ്ങളാണ് അഭ്യാസത്തിൽ ഉണ്ടാവുന്നത്. ആർക്കെങ്കിലും രാവിലെ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഓർമ്മ വരും. പുകവലിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റൊന്ന് കൊളുത്തുകയായി. ആദ്യം ഒരു സിഗരറ്റിൽ തുടങ്ങി, പിന്നെ ശീലമായി, അങ്ങനെ ചെയിൻ സ്മോക്കറായി പരിണമിക്കുന്നു. പുകവലിക്ക് എന്താണ് സ്വാദ് എന്ന് ചോദിച്ചാൽ പറയും, സ്വാദൊന്നും ചോദിക്കേണ്ട, കയ്പുള്ള പുകയാണ്. പക്ഷേ ശീലമായി അത് വിടുവാൻ സാധിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ മദ്യപിക്കുന്ന ശീലവും. ആദ്യം ഇഷ്ടമിത്രങ്ങളുടെ പാർട്ടിയിൽ ഒരു പെഗ് കുടിക്കും,
പിന്നെ വേറൊരു പാർട്ടിയിൽ വേറൊരു പെഗ്, പിന്നെ മൂന്നാമത്തേത്, അങ്ങനെ നീളുന്നു. പിന്നെ സ്വയം പാർട്ടി കൊടുക്കുവാൻ തുടങ്ങും, കുടിക്കാനും കുടിപ്പിക്കാനും തുടങ്ങും. കുറേശ്ശെയായി എല്ലാ ദിവസവും കുടിക്കാൻ തുടങ്ങും. അങ്ങനെ കുടിക്കാതിരിക്കാൻ സാധിക്കാതെയായി. ശീലമായ ശേഷം കുടി കൈ കയ്പല്ലെങ്കിൽ ചവർപ്പുള്ളത കൂടുതലായി. അങ്ങനെ മുഴുക്കുടിയനായി ജീവിതം നശിക്കുന്നു. എന്താണ് മദ്യത്തിൻ്റെ സ്വാദ്? കയ്പല്ലെങ്കിൽ ചവർപ്പുള്ളതാണ്, എന്നിട്ടും നിർത്തുവാൻ പറ്റുന്നില്ല. അതായത് ഒരു ജോലി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് ശീലമാകും. കയ്പും ചവർപ്പുമുള്ള ഇത്തരം കാര്യങ്ങൾ ശീലമായ ശേഷം കൈവിടാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല സുന്ദരമായ ഈശ്വരസ്മരണയെ അഭ്യാസത്താൽ എന്തുകൊണ്ട് എളുപ്പം ശീലമാക്കിക്കൂടാ? നാം ഇത് ശീലമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെത്താനെ ഈശ്വരസ്മരണയുണ്ടാകും. പിന്നെ പരിശീലനം ആവശ്യമില്ല. ബ്രഷ് കയ്യിലെടുത്താൽ ബ്രഷ് തിരിച്ചു വയ്ക്കുന്നതുവരെ ഗഹനമായ ഈശ്വരസ്മരണ നിലനിൽക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അഭ്യാസം കൊണ്ടാണ് ശീലമാവുന്നത്. ഒരിക്കൽ ശീലമായാൽ മനസ്സ് തന്നെത്താനെ അതിൽ മുഴുകിയിരിക്കും, യാതൊരു പ്രയാസവുമില്ലാതെ. രണ്ടാമത്തെ പ്രഭാതകർമ്മം ഷേവ് ചെയ്യുന്നതാണ്. ക്ഷൗരസാമഗ്രികളുമായി കണ്ണാടിയുടെ മുന്നിൽ ചെന്നാൽ ഈശ്വരസ്മരണയിൽ മുഴുകുക. അതേ സ്മരണയിൽ സോപ്പ് തേക്കുക, അതേ സ്മരണയിൽ ബ്ലേഡ് വയ്ക്കുക, അതേ സ്മരണയിൽ ഷേവ് ചെയ്യുക. ഈ അഭ്യാസത്തിന് മുൻപേ പറഞ്ഞ അഭ്യാസത്തേക്കാൾ കുറച്ച് സമയമേ വേണ്ടി വരികയുള്ളൂ. എന്തെന്നാൽ നാം ഓരോന്നായി അഭ്യസിച്ചു വരികയാണല്ലോ. ബ്രഷ് ചെയ്യുന്ന അഭ്യാസത്തിന് 6 മാസം എടുത്തുവെങ്കിൽ ഈ അഭ്യാസത്തിന് 4 മാസമേ എടുക്കൂ. ഷേവിംഗ് സെറ്റും കണ്ണാടിയും എടുത്ത് ചെന്ന് ഈശ്വരസ്മരണയിൽ മുഴുകിയാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമേ വേറെ വിചാരം വരികയുള്ളൂ. അങ്ങനെ ഈശ്വരസ്മരണ താനേ വരും. പ്രധാനമായും അഭ്യാസമാണ് ആവശ്യം. ഗുരുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഈശ്വരൻ എല്ലാം വേണ്ടതുപോലെ ആക്കിത്തരും. രാവിലത്തെ സമയം ഈശ്വരസ്മരണ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നല്ല വഴി നടക്കും. പ്രഭാതകർമ്മങ്ങളുടെ അവസാനത്തേതാണ് കുളി. സാധാരണയായി കുളിമുറിയിൽ ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പാട്ട് പാടണമെന്ന് തോന്നും. ഇന്നത്തെ കുട്ടികൾ സിനിമാ പാട്ടുകളാണ് പാടുന്നത്. ആനന്ദയോഗത്തിൻ്റെ സാധകൻ കുളിമുറിയിൽ കയറിയാൽ ഈശ്വരസ്മരണ നിറഞ്ഞ ഭക്തിഗാനങ്ങളാകണം പാടേണ്ടത്. അതിൻ്റെ ഒപ്പം കുളിക്കുകയും ചെയ്യുക. അങ്ങനെ അകവും പുറവും പരിശുദ്ധമാകും. അത്രയും പരിശുദ്ധത തോന്നും മനസ്സിനും ശരീരത്തിനും. സാകാര ഭക്തനാണെങ്കിൽ താൻ തൻ്റെ ഇഷ്ടദേവനെ കുളിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. കുളി കഴിഞ്ഞാൽ നാം വസ്ത്രം ധരിക്കുന്നു, അതും ഈശ്വരസ്മരണയിൽ. ഇഷ്ടദേവനെ ആടകൾ അണിയിക്കുന്നതായി ഭാവന ചെയ്ത് വസ്ത്രം ധരിക്കുക. അങ്ങനെ ഈ സമയം മുഴുവൻ ഈശ്വരസ്മരണയിലാക്കുവാൻ നമുക്ക് കഴിയും. ഇങ്ങനെ നമ്മുടെ പ്രഭാത ദിനചര്യകൾ വൃഥാവലായി പോകാതെ എങ്ങനെ ഈശ്വരസ്മരണയിലാക്കി പ്രയോജനപ്പെടുത്താമെന്ന് നാം കണ്ടു. സ്വല്പം പ്രയത്നവും കുറച്ച് അഭ്യാസവും കൊണ്ട് രാവിലെയുള്ള 2 മണിക്കൂർ സമയം ഈശ്വരസ്മരണയിലാക്കി മാറ്റാൻ വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് കഴിയും. മാത്രമല്ല മറ്റു പ്രവർത്തികൾക്കുള്ള സമയം അതേപടി നമുക്ക് ലഭ്യവുമാണ്. അതിലുമുപരി നമ്മുടെ മറ്റു കർമ്മങ്ങൾ ഇപ്പോഴത്തേക്കാൾ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് 16 മണിക്കൂർ ദൈവസ്മരണയാണ്. 10-ൽ നിന്നും 16 മണിക്കൂർ എങ്ങനെയാക്കാം? ഇതിനായി നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്തെല്ലാം ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ജോലിയുടെ ദൃഷ്ടിയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ താഴെ പറയുന്ന രീതിയിൽ വേർതിരിക്കാം. 1. കർഷകൻ. ആദ്യത്തെ വിഭാഗം കർഷകരാണ്. നമ്മുടെ രാജ്യത്ത് കർഷകർ അധികമാണ്. 70% ജനങ്ങളും കാർഷിക രംഗത്താണ്. വ്യാപാരി. രണ്ടാമത്തെ വിഭാഗം വ്യാപാരികളാണ്, വ്യാപാരം ചെയ്യുന്നവർ. ബുദ്ധിജീവികൾ. മൂന്നാമത്തെ വിഭാഗം ബുദ്ധിജീവികളാണ്. പ്രൊഫസർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ എന്നിവരാണിവർ. തൊഴിലാളികൾ. നാലാമത്തേതാണ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, സ്കിൽഡ് വർക്കേഴ്സ് എന്നിവർ. സ്ത്രീകൾ. അഞ്ചാമത്തേതാണ് സ്ത്രീകൾ. നമ്മുടെ രാജ്യത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ജോലി ചെയ്യുന്നവരായ സ്ത്രീകളുള്ളൂ. അധികം സ്ത്രീകളും വീടിൻ്റെ ചുമതല നോക്കുന്നവരാണ്.
ഇനി നാം ഓരോ വിഭാഗത്തെയും അവർ ചെയ്യുന്ന ജോലിയെയും സൂക്ഷ്മമായി പരിശോധിച്ച് വേറെ വല്ല ഒഴിവു സമയവും വൃഥാ പോകുന്നുവെങ്കിൽ അത് ഭഗസ്മരണയിലാക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കാം. കൃഷിയിൽ ആദ്യമായി നിലം ഉഴുകയാണ് പതിവ്. നമ്മുടെ നാട്ടിൽ അധികവും കലപ്പ, കരി ഉപയോഗിച്ചുകൊണ്ടാണ് ഉഴുന്നത്. വലിക്കുവാൻ മൂരിയോ പോത്തോ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രാക്ടറുകളും ധാരാളം ഉപയോഗിച്ചു വരുന്നുണ്ട്. കർഷകർ സാധാരണ ചെയ്തു വരുന്നതായി കാണാറുള്ളത്, കുറച്ചു നേരം നിശബ്ദമായി കാളയെ തെളിച്ചു ഉഴുകും. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും പാട്ട് പാടും. അധികവും നാടോടി പാട്ടുകളാണ് ക്ഷീണം തോന്നാതിരിക്കുവാൻ പാടുക. ഇത്തരം പാട്ടുകാർ പാടാമെങ്കിൽ ഈശ്വരൻ്റെ ഭക്തിനിർഭരമായ ഭജനയും പാടാവുന്നതാണ്. 2 കാര്യങ്ങളാണ് കരി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ആവശ്യത്തിന് മണ്ണ് ഇളകുന്നുണ്ടോ എന്നും. രണ്ടാമത്തേത്, കാളയുടെ കാലിൽ കരി കൊള്ളാതെയും ശ്രദ്ധിക്കണം. കർഷകൻ തൻ്റെ 14 വയസ്സുള്ള കുട്ടികളെയും ഉഴവു പഠിപ്പിക്കുന്നു. അവർ സുന്ദരമായി ഉഴാറുണ്ട്. ഉഴുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കുകയും ചെയ്യുന്നു. കയ്യിൻ്റെ ഊന്നൽ അറിഞ്ഞ് മനസ്സിലാക്കാം ശരിയായി ഉഴുന്നുണ്ടോ എന്ന്. ഇതിനൊന്നും വലിയ മനസ്സിൻ്റെ ശ്രദ്ധ ആവശ്യമില്ല. അഭ്യസിക്കുകയാണെങ്കിൽ ഈശ്വരസ്മരണയിൽ സുന്ദരമായി ഉഴുവാൻ സാധിക്കും. പിന്നെ വിതയ്ക്കലോ നടിയിലോ ആണ്. ഇത് തികച്ചും യാന്ത്രികമായ ഒരു പ്രവൃത്തിയാണ്. അതിനാൽ നല്ല ഈശ്വരസ്മരണയിൽ ഇത് നിർവഹിക്കുവാൻ യാതൊരു വിഷമവും ഇല്ല തന്നെ. പിന്നെ നനയാണ്. ഇപ്പോൾ പമ്പുണ്ട്, ബട്ടൺ അമർത്തിയാൽ മതി. പണ്ടൊക്കെ കൈ തേക്കോ കാള തേക്കോ ആയിരുന്നു നനയ്ക്കാൻ ഉപയോഗിക്കാറ്. പാട്ടുപാടി തേവാറുണ്ടായിരുന്നു. ഇതിലെ ഓരോ പാട്ടുകളും ഭഗവത് സ്മരണയ്ക്ക് ഉതകുന്നതായിരുന്നു. കാള തേക്കുകൊണ്ട് വെള്ളം എടുക്കാനായി 2 ആൾക്കാർ ഉണ്ടാവും, കിണറ്റിൽ നിന്നും ചേറെടുക്കുന്ന മാതിരി. ഇത് ബീഹാറിൽ ഇപ്പോൾ കാണാൻ കഴിയും. ഒരാൾ കാളയെ തെളിക്കും, മറ്റേയാൾ പാട്ട പിടിക്കുവാനും. പാട്ട മുകളിൽ വന്നാൽ അയാൾ പറയും ആയേരാം എന്ന്. അപ്പോൾ കാള നിൽക്കും. വെള്ളമൊഴിച്ചാൽ കാളയെ നടത്തുന്നതിനായി പറയും ചലോരാം എന്ന്. ഇങ്ങനെ രാമൻ വന്നു രാമാ പോകാം എന്ന പരമാത്മാവിൻ്റെ സ്മരണയിലാണ് വെള്ളം തേയുന്നത്. ഇപ്പോൾ വളരെ എളുപ്പമാണ്. ബട്ടൺ അമർത്തുകയേ വേണ്ടൂ, ശേഷം വെള്ളത്തെ തിരിച്ചു കൊടുക്കുക മാത്രം. ഇത് ഈശ്വരസ്മരണയിൽ യാതൊരു വിഷമവും കൂടാതെ ചെയ്യാവുന്നതാണ്. കർഷകൻ്റെ എല്ലാ ജോലികളും നമുക്ക് വേണമെങ്കിൽ ഈശ്വരസ്മരണയിൽ ചെയ്യാവുന്നതാണ്. കളപറിക്കൽ, കൊയ്യൽ, മെതിക്കൽ, നെല്ല് വൃത്തിയാക്കൽ എന്നീ ജോലികളെല്ലാം വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ട ജോലികളല്ല. ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഭഗവത് സ്മരണയിൽ ചെയ്യുവാൻ സാധിക്കും. നാം അത് ശീലമാക്കണമെന്നേയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ പൗരാണിക സംസ്കാരം എല്ലാ ജോലികളും ഈശ്വരസ്മരണയിൽ ചെയ്യാനാണ് ശീലിപ്പിച്ചിരുന്നത്. ഭാരതം നിലനിന്നിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. വീടുകളിൽ വാതിലിന് പൂട്ട് തന്നെ വെച്ചിരുന്നില്ല. ഒന്നും പേടിക്കാനുവാനും ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ പെൺകുട്ടി എല്ലാവരുടെയും മകളാണ്. ആർക്കും അവളെ ദുഷ്ടലാക്കോടെ നോക്കാനാവില്ല. അങ്ങനെ നോക്കാൻ നാട്ടുകാർ അനുവദിക്കുകയുമില്ല. അത്ര സുന്ദരമായതും പ്രേമമായതും ഈശ്വരമയമായതുമായിരുന്നു നമ്മുടെ ഗ്രാമീണ ജീവിതം. പിന്നെ കർഷകൻ തൻ്റെ സമ്പാദ്യം വളരെ ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കിയിരുന്നത്. അവർ ധാന്യം ഉണ്ടാക്കി സ്വന്തം ആവശ്യത്തിന് വെച്ച് ബാക്കി നഗരങ്ങളിൽ വിൽക്കുന്നു. അതുകൊണ്ട് അവരുടെ ചിലവ് നടക്കുന്നു. അവരുടെ ജോലി വളരെ പരോപകാരമായതാണ്. ഗ്രാമവാസികളെല്ലാം ചേർന്ന് ധാന്യം നഗരങ്ങളിൽ കൊടുക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ എന്താവും ഗതി? കാർഷിക വൃത്തി വളരെ സുന്ദരമായതാണ്. ഭഗവാൻ അവർക്ക് നല്ല ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. അധ്വാനമുള്ളതും ആത്മാർത്ഥമായതുമായ ജോലി, ഈശ്വരസ്മരണയോടുകൂടിയ ജീവിതം, ആധ്യാത്മിക ദൃഷ്ടി കോണിൽ കൃഷിക്കാർ ഈശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ്. നോക്കുക, എത്ര സന്ത് മഹാത്മാക്കൾ രാജ്യത്തുണ്ടായിട്ടുണ്ടോ അവരിൽ 99.5% ആൾക്കാരും ഗ്രാമീണരായിരുന്നു. ഗുരുനാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, ജ്ഞാൻദേവ്, നാവ്ദേവ് എന്നിവരെല്ലാവരും ഗ്രാമങ്ങളിലാണ് ജനിച്ചു വളർന്നത്. 0.5% മാത്രമേ വിവേകാനന്ദനെ പോലെ നഗരങ്ങളിൽ ജന്മമെടുത്തിട്ടുള്ളൂ.
എല്ലാ സമയത്തും ഈശ്വരസ്മരണ നിലകൊള്ളുമായിരുന്നു. ഒരു ആധ്യാത്മിക അന്തരീക്ഷമാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ 70% ജനങ്ങളും ശ്രമിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഈശ്വരമയമായ ജീവിതം അവർക്ക് ആസ്വദിക്കാം. പരമാത്മാവിൻ്റെ സ്മരണയിലുള്ള ജീവിതം എത്ര മനോഹരമായ ജീവിതമായിരിക്കുമെന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൻ്റെ പിറകിലെ യാഥാർത്ഥ്യവും അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇന്ന് ഗ്രാമങ്ങളിലും നഗരത്തിലെ പോലെ പരസ്പര വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും വൃത്തികെട്ട രാഷ്ട്രീയം കടന്നിരിക്കുകയാണ്. മനുഷ്യജീവൻ പ്രദാനം ചെയ്ത് ഭഗവാൻ നമുക്കൊരവസരം തന്നിരിക്കുന്നു. നമുക്കിച്ഛയുണ്ടെങ്കിൽ, നാം പ്രയത്നശീലരാണെങ്കിൽ നമ്മുടെ രാജ്യത്തെയും ജീവിതത്തെയും സ്വർഗമാക്കി മാറ്റാം. പ്രേമത്തിൻ്റെ ഗംഗ ഒഴുകട്ടെ, അത്ര കണ്ട ആത്മീയതയും ഉണ്ടാവട്ടെ. അങ്ങനെ മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം തമ്മിലുള്ള അന്തരങ്ങൾ ഇല്ലാതാവട്ടെ. രണ്ടാമത്തെ കാര്യം കർമ്മം അനുഷ്ഠിക്കുമ്പോഴുള്ള ഭാവനയാണ്. നാം ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ആ കർമ്മത്തിൻ്റെ മഹത്വം അത് ചെയ്യുമ്പോഴുള്ള ഭാവനയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സ്വാർത്ഥതയോടെ ചെയ്യുന്ന ഒരു കർമ്മം നമ്മെ ബന്ധിക്കുന്നുവെങ്കിൽ, അതേ കർമ്മം തന്നെ പരോപകാർത്ഥമായി ചെയ്യുമ്പോൾ നമ്മെ നിസ്വാർത്ഥിയും മനുഷ്യസ്നേഹിയുമാക്കി തീർക്കുന്നു. അതേ കർമ്മം തന്നെ പരമാത്മാവിൻ്റെ സ്മരണയിൽ ചെയ്യുമ്പോൾ അത് നമ്മെ ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നു. അതിനാൽ കർമ്മനിർവഹണത്തിന് വേണ്ടത് ശരിയായ ഭാവനയാണ്. ഈ കൃഷിക്കാരൻ വെറും ധനലാഭത്തിനായി മാത്രമാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതവനെ തീരാ ദുഃഖിതനും ബന്ധനസ്ഥനുമാക്കുന്നു. പക്ഷേ അവൻ ഭാവന ഒന്ന് മാറ്റി, ഭഗവാൻ തനിക്ക് ഇത്തരമൊരു മഹത്തായ കർമ്മമാണ് തന്നിരിക്കുന്നത്, താൻ എല്ലാവർക്കും സേവനമനുഷ്ഠിക്കുന്നു, അവർക്ക് വേണ്ട ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാക്കി മാറ്റിയാൽ അവന് ധനലാഭം കിട്ടുന്നുവെന്ന് മാത്രമല്ല, അവൻ സന്തോഷവാനും പരോപകാരിയുമായി മാറും. ഈ സാത്വിക ഭാവന അവൻ കുറേ അഭ്യസിക്കുമ്പോൾ അവൻ അനുഭവം വരും. ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।